വെൽക്കം ടു ദ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ആർട്ടിക്കിൾ 19 പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ബേസിക് ആയിട്ട് ആർട്ടിക്കിൾ 19 പറയുന്ന 6 സെപ്പറേറ്റ് ഫ്രീഡംസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഈ ആർട്ടിക്കിൾ 19 ഇൻവോൾവ് ആവുന്ന ഒരുപാട് കേസ് ലോസ് ഉണ്ട്. നമ്മൾ LLBക്ക് അല്ലെങ്കിൽ ലോ എപ്പോൾ പഠിക്കുമ്പോഴും ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കേസ് ലോസ് ഉണ്ട്. അപ്പൊ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ആർട്ടിക്കിൾ 19 പറയുന്ന 6 ഫ്രീഡംസ് ഏതൊക്കെയാണ് എന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി തുടർന്ന് വരുന്ന വീഡിയോസിൽ ഓരോ ഫ്രീഡത്തിന്റെയും പ്രത്യേകതയെക്കുറിച്ചും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കേസ് ലോസിനെ കുറിച്ചിട്ടും സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇതിന്റെ ലിങ്കിൽ ഇടാം. അതിന്റെ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? ആർട്ടിക്കിൾ 19 പറയുന്ന ക്ലാസിക് ഫ്രീഡംസ്, 6 ക്ലാസിക് ഫ്രീഡംസ് ഏതൊക്കെയാണ് എന്നാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ ഏതാണ്? ഏറ്റവും ഫേമസ് ആയിട്ടതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ആർട്ടിക്കിൾ 19(1)(a) ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പറയുന്ന പ്രകാരം ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഏതൊരാൾക്കും അവനവന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പറയണം എന്നില്ല, ഏത് തരത്തിലുള്ള എക്സ്പ്രഷൻ ആണെങ്കിലും അത് ഈ ആർട്ടിക്കിൾ 19(1)(a) പരിധിയിൽ വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള എക്സ്പ്രഷൻ ആണ്? അപ്പൊ അത് എഴുതിയിട്ടുള്ള എക്സ്പ്രഷൻ ആവാം, പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ആവാം, അഭിനയിച്ചു കാണിക്കുന്ന എക്സ്പ്രഷൻ ആവാം, കാർട്ടൂണുകൾ, ചിത്രങ്ങൾ, സിനിമകൾ, നോവൽ, കവിത, പ്രസംഗങ്ങൾ, അങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മളുടെ മനസ്സിലുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെയും ഈ ആർട്ടിക്കിൾ 19(1)(a) പരിധിയിൽ വരും. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യം, എൻ്റെ മനസ്സിലുള്ള ആശയം ഏത് വിധേനയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവകാശമാണ് ആർട്ടിക്കിൾ 19(1)(a) തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 19(1)(b) പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് ഒന്നിച്ചു ചേരാൻ, ട്രൈ ടു അസംബിൾ പീസിബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് യോഗം ചേരാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വിതൗട്ട് ആംസ്, അതായത് ആയുധങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് 4 റൈഫിൾ കൊണ്ടുവരിക, 5-6 കത്തി കൊണ്ടുവരിക, അങ്ങനെയൊന്നും യോഗം ചേരാനുള്ള അവകാശം ആർക്കും ഇല്ല. പക്ഷേ മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് നമുക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് സമാധാനപരമായ രീതിയിൽ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാനും ഒന്നിച്ചു ചേർന്ന് സംസാരിക്കാനും അതിനു വേണ്ടിയുള്ള യോഗങ്ങൾ ചേരാനുള്ള മൗലികമായ അവകാശങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വെറുതെ യോഗം ചെയ്തില്ല, നമ്മളൊരു അസോസിയേഷൻ ഉണ്ടാക്കുകയാണ്, നമ്മളൊരു ഓർഗനൈസേഷൻ, ഒരേ മനസ്സായി ചിന്തിക്കുന്ന ആളുകൾ ഏതൊരു വിഷയത്തിനെ കുറിച്ചാണെങ്കിലും ഓർഗനൈസേഷൻസ് ഫോം ചെയ്ത്, അസോസിയേഷൻസ് ഫോം ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഓക്കെ, ഇനിയോ മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏത് ഭാഗത്തും, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല. പക്ഷെ എവിടേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം, ട്രെയിനിൽ പോവുകയാണെങ്കിലും ടിക്കറ്റ് എടുക്കണം, ഫ്ലൈറ്റിലാണെങ്കിലും വേണം. ഏത് തരത്തിലുള്ള യാത്രാ മാർഗ്ഗമാണ്? ഇനിയിപ്പോൾ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് നടന്നു പോവാം. പക്ഷെ പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പറയുന്നത് എന്താ വെച്ചാൽ ഒരു മലയാളിക്ക് ഹിമാചൽ പ്രദേശിലേക്ക് പോകാൻ പ്രത്യേക പെർമിഷന്റെ ആവശ്യം ഇല്ല ഇന്ത്യയിൽ ഒരു ഭാഗത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 19(1)(e) പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യാനും അധികാരമുണ്ട്. ഇപ്പോൾ ഒരു മലയാളിയാണ് എന്ന് വിചാരിച്ച് എനിക്ക് ബോംബെയിൽ വന്ന് സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഹരിയാനയിൽ പോയി സെറ്റിൽ ചെയ്യണം, അവിടെ സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് താമസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ടാകുമെന്നാണ് ആർട്ടിക്കിൾ 19(1)(e) പറയുന്നത്. ഓക്കെ, ഇനി ഈ 19(1)(e) കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 19(1)(g) കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഉണ്ടാവണല്ലോ ഒരു ആർട്ടിക്കിൾ 19(1)(f). അത് മുമ്പ് പറഞ്ഞിരുന്നത്
നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാനും പ്രോപ്പർട്ടി സ്വന്തമാക്കാനുള്ള അവകാശത്തിനെ കുറിച്ചാണ്. എന്നാൽ ആ അവകാശം പിന്നീട് എടുത്തു കളഞ്ഞു. നമുക്ക് ഇഷ്ടം പോലെ പ്രോപ്പർട്ടി വാങ്ങാനും നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് ഇഷ്ടം പോലെ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ലാൻഡ് റിഫോംസ് ആക്ട് വന്നിട്ട് അത് നടപ്പിലാക്കുന്ന സമയത്ത് ഗവൺമെന്റ് എടുത്തു കളഞ്ഞു. കാരണം ഒരളവിൽ കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട്. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നൊരു ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 19(1)(f എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ആർട്ടിക്കിൾ 19(1)(g എന്താണ് പറയുന്നത്? പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഓക്കെ, അതായത് ഞാൻ തിരഞ്ഞെടുക്കുന്ന ജോലി, അപ്പോൾ അതായത് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഡോക്ടർ ആവാം, അയാൾക്ക് അഡ്വക്കേറ്റ് ആവാം. അതായത് പണ്ട് പ്രാക്ടീസിൽ ഉണ്ടായിരുന്ന കുലത്തൊഴിൽ എന്നുള്ള പരിപാടിയൊന്നും ആവശ്യമില്ല. ഓരോരുത്തർക്കും അവനോട് സ്കില്ലിനനുസരിച്ച് അവനോട് താല്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 19(1)(g പ്രകാരം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു തരുന്ന 6 സ്വാതന്ത്ര്യങ്ങളാണ് സത്യത്തിൽ. ഈ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട്. എന്നാൽ അതേസമയം നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ അധികാരങ്ങൾ, ഈ അവകാശങ്ങൾ ഒന്നും സമ്പൂർണ്ണ അവകാശങ്ങളല്ല. എന്ന് പറഞ്ഞാൽ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനോ അത് തുറന്നു കാണിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നിരിക്കലും തോന്നിയത് എന്ത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് പീസിബിൾ, സമാധാനപരമായി യോഗം ചേരാം. പക്ഷെ ആ സമാധാനപരമായ യോഗം ചേരുന്നത് പോലും ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് ആവാൻ പാടില്ല. കോവിഡ് സമയത്ത് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അല്ലെങ്കിൽ അൺലോഫുൾ അസംബ്ലി 144 പ്രഖ്യാപിച്ച സമയത്ത് നമുക്ക് അതിന് സ്വാതന്ത്ര്യം ഇല്ല. അതേപോലെ അസോസിയേഷൻ ഫോം ചെയ്യാം, പക്ഷെ ഇല്ലീഗൽ അസോസിയേഷൻ ആവാൻ പാടില്ല. മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ പല സ്ഥലങ്ങളിലും, മഹാരാഷ്ട്രയിൽ തന്നെ ട്രൈബൽ ഏരിയാസിലൊന്നും സാധാരണ ആളുകൾക്ക്, മെയിൻ സ്ട്രീമിലുള്ള ആളുകൾക്ക് പോയി വീട് വാങ്ങിച്ച് സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുന്നില്ല. കാരണം അവരുടെ ട്രൈബൽ കൾച്ചറിനെ, അവരുടെ എത്നിസിറ്റിയെ നമ്മൾ എൻക്രോച്ച് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ ചില റെസ്ട്രിക്ഷൻസ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ കൺട്രി. അപ്പോൾ അത് ഗവൺമെന്റ് അതിനുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോയി സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. മൂവ് ഫ്രീലി, എവിടെ വേണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഗവൺമെന്റിന് തടയാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ പ്രാക്ടീസ് എനി പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ ബ്ലാക്ക് മാജിക് ആണ്, അതാണ് പ്രൊഫഷനായിട്ട് എടുത്തത്, വിച്ച് ക്രാഫ്റ്റ് ആണ് പ്രൊഫഷനായിട്ട് എടുത്തത്, അതൊന്നും ലീഗൽ അല്ല. അപ്പൊ ലീഗൽ ആയിട്ടുള്ള പ്രൊഫഷൻസ്, സമൂഹത്തിലെ മൊറാലിറ്റിക്ക് യോജിക്കുന്ന പ്രൊഫഷൻസ് മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാനും പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 19 ഉറപ്പു തരുന്നത് 6 സ്വാതന്ത്ര്യങ്ങളാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യങ്ങളൊന്നും പൂർണ്ണമല്ല. അവയ്ക്കൊക്കെ റീസണബിൾ ആയിട്ടുള്ള, ന്യായീകരിക്കാവുന്ന തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള അധികാരം ഗവൺമെന്റിന് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ ഓരോ റൈറ്റിനെ കുറിച്ചും കൂടുതൽ വിസ്തരിച്ച് കേസ് ലോസിന്റെ കൂടെയുള്ള അടുത്ത വീഡിയോസ് വരും. അപ്പോൾ ടിൽ ദെൻ ബൈ.